ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം മന്ത്രം 26. അവയവമൊക്കെയമർത്തിയാണിയായി നിന്നവയവിയാവിയയാ വരിച്ചിടുന്നു. അവനിവനെന്നതിനാലവൻ നിനയ്ക്കുന്ന അവശതയാ അവിവേകമൊന്നിനാലേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം മന്ത്രം 26. എല്ലാ അവയവങ്ങളെയും ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാക്കി നിർത്തുന്ന ആണിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ശരീരത്തോടു കൂടിയവനാണ് എന്ന ഭാവം ആത്മാവിനെ പൊതിഞ്ഞു നിൽക്കുന്നു. അതിനാൽ ആത്മാവിന് വശപ്പെടാതിരിക്കുക എന്ന അവിവേകം കാരണം അവൻ വേറെ ഇവൻ വേറെ എന്നിങ്ങനെ അവിവേകി കരുതാൻ ഇടയാകുന്നു. ആത്മാവിനെ ഈ മന്ത്രത്തിൽ ഗുരുദേവൻ ആവി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1-ാം പദ്യത്തിൽ പറയുന്ന കരുവും ഇവിടെ പറയുന്ന ആവിയും ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ ആത്മാവ് ജീവത്വം കാരണം മറഞ്ഞു പോയിരിക്കുന്നു. ഇതിനെയാണ് അവശത എന്ന് പറയുന്നത്. ആത്മവശത്ത് നിൽക്കണമെങ്കിൽ വിവേകം വേണം. അതിനാണെങ്കിലോ അനാത്മവശത്ത് നമുക്ക് വന്നിട്ടുള്ള കെട്ടുപാടുകൾ അഴിഞ്ഞു പോകണം. അവശത അവസാനിക്കണം. അവശതയും അവിവേകവും കാരണമാണ് ഒരാൾ അവൻ വേറെ ഇവൻ വേറെ എന്നുള്ള തുച്ഛബുദ്ധിയാൽ പ്രവർത്തിക്കുന്നത്. ആത്മസാക്ഷാത്കാര ദശയിൽ മാത്രമേ ഒരുവന് ഏകത്വബോധം അനുഭവമായി വരികയുള്ളൂ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.